കൊട്ടാരം പോലത്തെ ആ വീട്ടിലേക്ക് മീശയും പിരിച്ച അയാൾ വന്നു. ഉഗ്രപ്രതാപിയായ അച്ഛൻ, റാണിയെപ്പോലെ വാഴുന്ന അമ്മ. അയാൾ അലറി, തന്റെ മോളെ എനിക്ക് കെട്ടിച്ചു തന്നൂട പട്ടി. നിന്റെ തറവാടിന്റെ നാശം പൂർണ്ണമാവട്ടെ, എന്നിട്ട് ആലോചിക്കാം എന്റെ മകളെ നിനക്ക് കെട്ടിച്ചു തരണോ വേണ്ടയോ എന്ന്. ഇനി ഇന്നത്തെ പ്രധാന സിനിമാ വാർത്തകൾ. വിവാദ നായകൻ വെറൈറ്റി ജിമ്മിയുടെ ചിത്രം തിയേറ്ററുകളിലെത്തി. ചിത്രത്തിന് തിക്കും തിരക്കും. ഹിറ്റായിരിക്കുമെന്നല്ല, ഹിറ്റായി കഴിഞ്ഞു. ഇപ്പൊ തന്നെ ലോകം മുഴുവനുള്ള ആളുകൾ യൂട്യൂബിലൂടെ എന്റെ പാട്ടുകൾ കണ്ടു കഴിഞ്ഞു. ഓരോ ഭ്രാന്തന്മാര് ഇവിടെ ആരും ഇല്ലേ? ജാക്സൺ ചേട്ടാ. അതേടാ, ജാക്സൺ തന്നെ. ആ നീയോ? വാ വാ. എവിടെയായിരുന്നു? വാ, അല്ല നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. നീ നല്ല പാർട്ടിയാ. എന്നെ പിടിച്ചടിച്ചപ്പോ നീ ഓടിക്കളഞ്ഞൂടെ? ഞാൻ പേടിച്ചു ചേട്ടാ. എന്തായാലും നന്നായി. ഞാൻ പിന്നീട് അറിഞ്ഞത് മുട്ടാൻ കൊള്ളില്ല, ഭയങ്കര ഗുണ്ടാ സെറ്റപ്പാ. പിന്നെ മുട്ടാകുന്നില്ല. കുറച്ച് കാശ് റെഡി ആയിട്ട് വേണം നമ്മൾ ഷൂട്ട് ചെയ്ത കാസറ്റ് ഒക്കെ അവിടെ നിന്ന് എടുക്കാൻ. പിന്നെ ഒരു കാര്യം, അന്ന് ആ സ്റ്റുഡിയോക്കാര് പിടിച്ചിടിച്ച് നന്നായി. അത് കാരണം രക്ഷപ്പെടാനുള്ള ഒരു വഴി തെളിഞ്ഞിട്ട്. എന്ത് വഴി? നമ്മുടെ ഡയറക്ടർ അഭയരാജ് സാർ എന്നോടൊരു കഥ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പോ അത് എഴുതിക്കൊണ്ടിരിക്കുക. നല്ല ഗ്രാമശുദ്ധി ഉള്ളൊരു കഥ. ആരാ നായകൻ? മോഹൻലാലിനെ ഉദ്ദേശിക്കണേ. നടക്കാത്ത കല്യാണം എന്നാണ് പേര്. എങ്ങനെയുണ്ട് പേര്? പേര് നന്നായിട്ടോ. ഒരു ചെറിയ അമ്പലത്തില് മുടങ്ങി കിടക്കണ ഒരു ഉത്സവം നടത്താൻ വേണ്ടിട്ട് വരിക മോഹൻലാല്. അതാ കഥ. അവിടെ ഉള്ളൊരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലാവുക. പക്ഷെ അവളുടെ മോഹൻലാലിന് അവളുടെ അപ്പൻ കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറാവില്ല. അല്ലേട്ടാ, ഞാനിപ്പോ അവിടെ ഒരു വില്ലനുണ്ട്. അവനാണ് ഈ കല്യാണം. സിനിമാ പ്രാന്താണ് അവനെ മോഹൻലാല്. ചേട്ടാ, ഞാൻ വന്ന് എന്റെ കാശ് കിട്ടുമെന്ന് പറയാൻ വേണ്ടി വന്നതാ. വരട്ടെ. ഈ തിരക്കഥൊന്ന് തീർത്തു കൊടുത്ത അഭയരാജ് സാർ നല്ല കാശ് വരും. ആ കാശ് കൊണ്ട് നമുക്ക് നമ്മുടെ പടം ഇറക്കണം. പടം സൂപ്പർ ഹിറ്റ് ആവുന്ന എനിക്ക് നല്ല ഉറപ്പാ. എന്നിട്ട് വേണം ആ കടങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ ഒന്ന് സെറ്റപ്പ് ആവാൻ. നീ പേടിക്കണ്ട, നിന്റെ കാശ് ഞാൻ അപ്പൊ തരും. അപ്പഴേ കാശ് തരുവോളാ? ചേട്ടാ, എന്റെ 5 പൈസ ഇല്ല. വീട്ടിൽ നിക്കക്കള്ളി ഇല്ലാത്തപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു. എങ്ങനെയെങ്കിലും കാശ് അറേഞ്ച് ചെയ്താ തിരിച്ചു പോകാനുള്ള വണ്ടിക്കാശെങ്കിലും തായേട്ടാ. ജാക്സന്റെ ജീവിതത്തിലുണ്ടായ ദുരന്തത്തിൽ അവൻ താൽക്കാലികമായി മുങ്ങിത്താഴ്ന്നപ്പോൾ ജാക്സനുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത മലയാള സിനിമാ രംഗത്ത് ചിലത് സംഭവിക്കുന്നുണ്ടായിരുന്നു. എന്താ വന്നി? എന്തേടാ? നിനക്കൊക്കെ ഞങ്ങളെ ഭയപ്പെടുത്താൻ സാധിച്ചേക്കാം, പക്ഷെ വരുന്നുണ്ടാ ഞങ്ങളുടെ ബോസ്. നിനക്കൊക്കെ പാവം നീർക്കോലികളെ ഭയപ്പെടുത്താൻ സാധിച്ചേക്കാം, പക്ഷേ കീരിടകളി മലമ്പാമ്പിനോട് വേണ്ട. നീയൊക്കെ വെറും കീടമാണ്ടാ, കീടം. മുട്ടാന്നിക്കല്ലേ പണി പാളും. നിന്നെയൊക്കെ നേരിടാൻ എനിക്ക് ചെറു വിരൽ പോലും വേണ്ടടാ. ഇന്നാ പിടിച്ചോ.
ഓസ്കാറിന് ഓസ്കാറിന് ഹലോ, താങ്ക് യു. ഞാനാണോ പുതിയ സൂപ്പർ സ്റ്റാർ എന്തോ? താങ്ക് യു. ഞാൻ ഇനി അഭിനയിക്കും. അതെന്റെ ഇഷ്ടം. ഓ, എന്റെ തന്താ. ഇന്നാ പിടിച്ചോ. നല്ല സിനിമകൾ കാണുവാൻ ആളുകളില്ലാത്ത കാലത്താണ് വെറൈറ്റി ജിമ്മയുടെ സിനിമയ്ക്ക് ഇത്രയും ജനക്കൂട്ടം. പ്രശസ്ത സംവിധായകനായ അഭയരാജിന്റെ പുതിയ ചിത്രമായ ചില അധ്യായങ്ങളും പ്രദർശനത്തിനെത്തിയിരുന്നു. നല്ല ചിത്രമെന്ന അഭിപ്രായം നേടുന്നുണ്ടെങ്കിലും കാണികളുടെ അഭാവം ശ്രദ്ധേയമാണ്. ഇപ്പോൾ വെറൈറ്റി ജിമ്മി ലൈനിലുണ്ട്. നിങ്ങളൊന്ന് അടങ്ങ് സ്വാമി. 2 കോടിയോളം മുടക്കിയ പടം 3 ദിവസം കൊണ്ട് തിയേറ്ററിൽ നിന്ന് മാറ്റാന്ന് പറഞ്ഞ അതെ, കംപ്ലീറ്റ് കാശ് മുടക്കി ഞാൻ തന്നെയാ പടം തിയേറ്ററിൽ എത്തിച്ചിരിക്കുന്നത്. എന്റെ നെഞ്ചത്തടിക്കല്ലേ? അതെ, പടത്തിന് നല്ല അഭിപ്രായമുണ്ട്. ഞാൻ അറിഞ്ഞൊന്ന് കയറി വരണ്ടേ? അതിന് സമയം കൊടുക്കും നിങ്ങള്. ഹലോ സ്വാമി, ഹലോ. ഹലോ റോയ്, നമ്മുടെ നാളത്തെ ടോക്ക് ഷോയിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. മറ്റേ ആ കുടിവെള്ള പ്രശ്നക്കാരെ വിളിച്ച് അത് വേറെ ദിവസത്തേക്ക് മാറ്റ്. എന്നിട്ട് കുറച്ച് സിനിമാക്കാരെ പിടിച്ചൊരു പ്രോഗ്രാം ചെയ്യ്. ആ വെറൈറ്റി ജിമ്മിയുടെ ടൈം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പ്രൈം മിനിസ്റ്ററേക്കാൾ ഡിമാൻഡ് അയാൾക്കല്ലേ. എടോ, ഇതെന്റെ മാത്രം തീരുമാനമല്ല. ആ അതെ, ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യ്. ഹലോ, ഞാൻ ഡയറക്ടർ അഭയരാജാണ്. പറയൂ സാർ, എങ്ങനെയുണ്ട് റെസ്പോൺസ്? പടത്തിന് ഗംഭീര അഭിപ്രായമൊക്കെ ഉണ്ട്. പക്ഷെ ആള് കയറണ്ടേ? നിങ്ങൾ ചാനലുകാർ നമ്മുടെ പടത്തിനെ ഇങ്ങനെ തഴയരുത്. വെറും 5 ലക്ഷത്തിന്റെ ഒരു വിട്ടി പടത്തിന് മാത്രം നിങ്ങൾ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യരുത്. ഈ 2 കോടി സിനിമാക്കാരനൊന്ന് പരിഗണിക്കണം പ്ലീസ്. ഷുവർ. നമ്മളൊരു ബൈറ്റ് ചെയ്തിരുന്നല്ലോ സാർ. എന്ത് ബൈറ്റ് സുഹൃത്തെ? റിലീസ് ദിവസം തന്നെ നിങ്ങൾ പടം കാണാതെ TV-യിലൂടെ പടം മോശമാണ്, പടത്തിന് ആളില്ല എന്നൊക്കെ പറഞ്ഞാൽ കാണാൻ ആള് കയറുവോ? കഷ്ടമാണ് കേട്ടോ. കൂൾ ഡൗൺ സാർ, ശരിയാക്കാം. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചറേഞ്ച് ചെയ്യാം. ഓക്കെ സാർ. ആ റോയ്, യാക്സ, സംഭവിച്ചു. ഇങ്ങനെ ദുഃഖിച്ചെന്നിട്ട് കാര്യമില്ല. മരണം എല്ലാവർക്കും ഉള്ളതല്ലേ. നീ വേണ്ടേ നിന്റെ അമ്മയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ? എഴുന്നേറ്റേ, വരൂ, വീട്ടിലേക്ക് പോവാം. അതെ, മരണം അതെല്ലാവർക്കും ഉള്ളതല്ലേ. നീ വേണ്ട നിന്റെ അമ്മയെ ആശ്വസിപ്പിക്കാൻ. പ്രസാദേട്ടാ, സൂപ്പർ ഡയലോഗ്. ഇത് ഞാൻ കഥയിൽ കേട്ടു. പ്രസാദേട്ടന് ഡയറക്ടർ അഭയരാജ് സാറിനെ അറിയില്ലേ? പുള്ളിയുടെ പുതിയ സിനിമയുടെ കഥ ഞാനും എഴുതുക. ഇതോടെ ഞാൻ രക്ഷപ്പെടും. നല്ലൊരു റോളും എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരേ ഒരു കച്ചി തിരുമ്പായത്. ഞാൻ പെട്ടെന്ന് ചെന്ന് എഴുതട്ടെ.